പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തിന്റെ തിരുനാമത്തിന് എന്നേക്കും മഹത്വമുണ്ടായിരിക്കട്ടെ. ആമേൻ. പ്രിയമുള്ളവരെ, ദിവ്യകാരുണ്യനാഥനെ പാടി സ്തുതിച്ചുകൊണ്ട് നോമ്പിന്റെ 11ാം ദിവസത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, ഇന്നേരവും സ്തുതി ആരാധന. ഇന്നത്തെ സുവിശേഷ ഭാഗം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 43 മുതൽ 48 വരെയുള്ള വാക്യങ്ങൾ. യേശുവിൻ്റെ മലയിലെ പ്രസംഗത്തിലെ ശിഷ്യത്വ പ്രബോധനത്തിൻ്റെ ഭാഗമാണ് ഈ തിരുവചന ഭാഗം. ക്രിസ്തു ശിഷ്യർ ഉയർന്ന ധാർമ്മികതയുടെ ഉടമകളായിരിക്കണമെന്നും സ്വർഗസ്ഥനായ പിതാവ് പരിപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിപൂർണരായിരിക്കണമെന്നും ആണ് ഈ തിരുവചന ഭാഗത്ത് യേശു പറയുന്നത്. 43 മുതൽ 45 വരെയുള്ള വാക്യങ്ങളിൽ യേശു ആധികാരികതയോടെ പറയുന്നു, അയൽക്കാരനെ സ്നേഹിക്കുക, ശത്രുവിനെ ദ്വേഷിക്കുക എന്ന് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ശത്രുക്കളെ സ്നേഹിക്കുവിൻ, നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മക്കളായിത്തീരും. അവിടുന്ന് ശിഷ്ടരുടെയും ദുഷ്ടരുടെയും മേൽ സൂര്യനെ ഉദിപ്പിക്കുകയും നീതിമാന്മാരുടെയും നീതിരഹിതരുടെയും മേൽ മഴ പെയ്യ്ക്കുകയും ചെയ്യുന്നു. അതായത് ശിഷ്ടരുടെയും ദുഷ്ടരുടെയും മേൽ സൂര്യനെ ഉദിപ്പിക്കുകയും നീതിമാന്മാരുടെയും നീതിരഹിതരുടെയും മേൽ മഴ പെയ്യ്ക്കുകയും ചെയ്യുന്ന സ്വർഗസ്ഥനായ പിതാവിൻ്റെ മക്കളായിത്തീരുന്നതിന് നാം ശത്രുക്കളെ സ്നേഹിക്കുകയും നമ്മെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യണം. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ, സ്വർഗസ്ഥനായ പിതാവിൻ്റെ മക്കളായ നാം ശത്രുമിത്ര ഭാവഭേദമന്യേ എല്ലാവരെയും സ്നേഹിക്കണം. 46-47 വാക്യങ്ങളിൽ യേശു ചോദിക്കുന്നു, നിങ്ങളെ സ്നേഹിക്കുന്നവരെ നിങ്ങൾ സ്നേഹിച്ചാൽ നിങ്ങൾക്ക് എന്ത് പ്രതിഫലമാണ് ലഭിക്കുക? ചുങ്കക്കാർ പോലും അത് തന്നെ ചെയ്യുന്നില്ലേ? സഹോദരങ്ങളെ മാത്രമേ നിങ്ങൾ അഭിവാദനം ചെയ്യുന്നുള്ളൂ എങ്കിൽ വിശേഷ വിധിയായി എന്താണ് നിങ്ങൾ ചെയ്യുന്നത്? വിജാതീയരും അതുതന്നെ ചെയ്യുന്നില്ലേ? 48-ാം വാക്യത്തിൽ യേശു പറയുന്നു, നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് പരിപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിപൂർണരായിരിക്കുവിൻ. അതായത് ചുങ്കക്കാരുടെയും വിജാതീയരുടെയും ധാർമ്മികത പോരാ ക്രിസ്തു ശിഷ്യർക്ക്. അവർക്ക് വേണ്ടത് സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഉയർന്ന ധാർമ്മികതയാണ്. ഈ ഉയർന്ന ധാർമ്മികതയുടെ ഉടമകളാകുന്നതിന് സ്വർഗസ്ഥനായ പിതാവിനെ പോലെ ശത്രുമിത്രഭാവഭേദമന്യേ ശിഷ്ടരെയും ദുഷ്ടരെയും നമ്മെ സ്നേഹിക്കുന്നവരെയും ദ്രോഹിക്കുന്നവരെയും എല്ലാവരെയും സ്നേഹിക്കുന്നതിന് നാം സ്വർഗസ്ഥനായ പിതാവിൻ്റെ പരിപൂർണതയിലേക്ക് വളരണം. ഈ തിരുവചന ഭാഗത്തെ അതിൻ്റെ പൂർണ്ണമായ അർത്ഥത്തിൽ മനസ്സിലാക്കുന്നതിന് 5:20 മുതൽ 42 വരെയുള്ള വാക്യങ്ങളുടെ പശ്ചാത്തലത്തിൽ മനസ്സിലാക്കാൻ ശ്രമിക്കണം. മത്തായി 5:20 യേശു ഉറപ്പിച്ചു പറയുന്നു, നിങ്ങളുടെ നീതി നിയമജ്ഞരുടെയും ഫരിസേയരുടെയും നീതിയെ അതിശയിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല. നിയമജ്ഞരുടെയും ഫരിസേയരുടെയും നീതിയെ അതിശയിക്കുന്ന നീതി എന്താണെന്ന് 5:21 മുതൽ 42 വരെയുള്ള വാക്യങ്ങളിൽ പറഞ്ഞിട്ട് അവസാനമാണ് 43 മുതൽ 48 വരെയുള്ള വാക്യങ്ങളിൽ പറഞ്ഞ കാര്യങ്ങൾ യേശു പറയുന്നത്. 21 മുതൽ 42 വരെയുള്ള വാക്യങ്ങളിൽ യേശു 5 കാര്യങ്ങൾ പറയുന്നു. 1, കൊല്ലരുതെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ട്, എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, സഹോദരനോട് കോപിക്കുന്നവൻ ന്യായവിധിക്ക് അർഹനാകും. നീ ബലിപീഠത്തിൽ ബലിയർപ്പിക്കാൻ വരുമ്പോൾ നിന്റെ സഹോദരന് നിന്നോടെന്തെങ്കിലും വിരോധമുണ്ടെന്ന് തോന്നിയാൽ ബലിവസ്തു അവിടെ വച്ചിട്ട് പോയി സഹോദരനോട് രമ്യപ്പെട്ടിട്ട് വന്ന് ബലിയർപ്പിക്കുക. 2, വ്യഭിചാരം ചെയ്യരുതെന്ന് കൽപ്പിച്ചിട്ടുള്ളത് നിങ്ങൾ കേട്ടിട്ടുണ്ട്, എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, പരസംഗം നിമിത്തമല്ലാതെ ഭാര്യയെ ഉപേക്ഷിക്കുന്നവൻ അവളെ വ്യഭിചാരിണിയാക്കുന്നു. 4, വ്യാജമായി ആണയിടരുതെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ട്, എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ആണയിടുകയേ അരുത്. 5,
കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല് എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ദുഷ്ടനെ എതിർക്കരുത്, തിന്മയെ നന്മ കൊണ്ട് ജയിക്കുക. 21 മുതൽ 42 വരെയുള്ള വാക്യങ്ങളിൽ പറയുന്നത് പോലെ നിങ്ങൾ കേട്ടിട്ടുണ്ട്, എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന അതേ ശൈലി തന്നെയാണ് 43 വാക്യത്തിലും ഉപയോഗിച്ചിരിക്കുന്നത്. അയൽക്കാരനെ സ്നേഹിക്കുക, ശത്രുവിനെ ദ്വേഷിക്കുക എന്ന് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ശത്രുക്കളെ സ്നേഹിക്കുവിൻ, നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. ചുരുക്കത്തിൽ 5:20 മുതൽ 48 വരെയുള്ള വാക്യങ്ങളിൽ പറയുന്ന ഉയർന്ന ധാർമ്മികതയുടെ ഉടമകളായി സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കണമെങ്കിൽ നാം സ്വർഗസ്ഥനായ പിതാവിൻ്റെ പരിശുദ്ധിയിലേക്കും പരിപൂർണതയിലേക്കും വളരണം. യേശു പറഞ്ഞ ഈ ഉയർന്ന ധാർമ്മികതയും സ്വർഗസ്ഥനായ പിതാവിൻ്റെ പരിശുദ്ധിയും പരിപൂർണതയും സ്വന്തമാക്കാൻ ആഗ്രഹിച്ച് നമുക്ക് ദിവ്യകാരുണ്യനാഥൻ്റെ തിരുസന്നിധിയിൽ ഇരുന്ന് ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കുകയും ധ്യാനിക്കുകയും ചെയ്യാം. ദിവ്യകാരുണ്യനാഥ, ഞങ്ങൾ സഹോദരങ്ങളുമായുള്ള രമ്യതയിലും സ്നേഹത്തിലും ഹൃദയശുദ്ധിയോടും സത്യസന്ധതയോടും കൂടെ ജീവിച്ച് നന്മയിൽ വളർന്ന് തിന്മയെ നന്മ കൊണ്ട് ജയിക്കാനും ഞങ്ങളെ സഹായിച്ച് അനുഗ്രഹിക്കണമേ. സ്വർഗസ്ഥനായ പിതാവിനെ പോലെ ഞങ്ങൾ ശത്രുമിത്ര ഭാവഭേദമന്യേ ശിഷ്ടരെയും ദുഷ്ടരെയും, ഞങ്ങളെ സ്നേഹിക്കുന്നവരെയും ദ്രോഹിക്കുന്നവരെയും എല്ലാവരെയും സ്നേഹിക്കുന്നതിന് പിതാവിൻ്റെ പരിപൂർണതയിലേക്കും പരിശുദ്ധിയിലേക്കും വളരുവാനും സ്വർഗരാജ്യത്തിൻ്റെ അവകാശികളായി തീരാനും ഞങ്ങളെ സഹായിച്ച് അനുഗ്രഹിക്കണമേ. ഉയർന്ന ധാർമ്മികതയുടെ ഉടമകളും സ്വർഗസ്ഥനായ പിതാവിൻ്റെ പരിപൂർണതയിലേക്കും പരിശുദ്ധിയിലേക്കും വളരുവാനും വേണ്ട ഗുണങ്ങൾ നിരന്തര ധ്യാനത്തിലൂടെയും ഹൃദയപൂർവമായ പ്രാർത്ഥനയിലൂടെയും സ്വന്തമാക്കാൻ നമുക്ക് നിരന്തരം പരിശ്രമിക്കാം. സർവശക്തൻ നമ്മെ അനുഗ്രഹിച്ച് ആശീർവദിക്കട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിമുതൽ എന്നേക്കും. ആമേൻ. പരിശുദ്ധ